നമുക്കറിയാം, കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ ഏറ്റവും ശക്തരായി നിൽക്കുന്നത് ഇ.കെ. സുന്നി വിഭാഗവും അതുപോലെ തന്നെ എ.പി. സുന്നി വിഭാഗവുമാണ്. അതിൽ പിണറായി വിജയനും CPM-നും കാലാകാലങ്ങളായി താങ്ങും തണലുമായി നിന്ന മുസ്ലിം വിഭാഗമാണ് എ.പി. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന വിഭാഗം. മലബാറിലെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ഒരു പാർട്ടിയെ തോൽപ്പിക്കാനും ജയിപ്പിക്കാനും കഴിയുന്ന വോട്ടുകൾ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ തുടർഭരണത്തിനടക്കം അത് വലിയ സഹായകമായി പിണറായി വിജയന് വന്നു എന്ന് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എന്നാൽ എ.പി. വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള നിലമ്പൂരിൽ നിന്ന് ഇപ്പോൾ അവർ CPM-നെ കൈവിട്ടു തുടങ്ങുന്നു എന്ന് സൂചന നൽകിക്കഴിഞ്ഞു. വർഗീയ വിഷം ചീറ്റുന്ന CPM-നെ ഇനിയും ചുമന്ന് നടക്കാൻ തങ്ങൾക്കാവില്ല എന്നാണ് എ.പി. വിഭാഗം നേതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. CPM-ന്റെ RSS അനുകൂല നിലപാടിനെതിരെ ആഞ്ഞടിച്ച് കാന്തപുരം വിഭാഗം സുന്നി നേതാവ് മുഹമ്മദ് അലി കിനാലൂർ രംഗത്ത് വന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാകാൻ ഇടയില്ല. അങ്ങനെ ഒരു നേതാവ് മാത്രം അഭിപ്രായം പറയുന്ന ഒരു സംഘടനയുമല്ല എ.പി. വിഭാഗത്തിന്റെ സംഘടന. അവർ തീരുമാനിക്കുന്നത് മാത്രമേ അവരുടെ നേതാക്കന്മാർ പുറത്ത് വിളിച്ചു പറയാറുള്ളൂ. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, നിലമ്പൂരിൽ എ.പി. കാന്തപുരം മുസ്ലിയാരുടെ പിന്തുണ CPM സ്ഥാനാർത്ഥിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞു. അവർ പറയുന്നത് ഇങ്ങനെയാണ്: എത്ര കടുപ്പമുള്ള വർഗീയ പ്രസ്താവനയും കേരളത്തിൽ ചെലവാകുമെന്ന് വിദ്വേഷ പ്രചാരകർക്ക് ആത്മവിശ്വാസം കൈവന്ന കാലം കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്ന പിണറായിയുടെ ഇടതുഭരണം. ആ പിണറായിയുടെ ഇടതുഭരണം കടന്നു പോകുന്നത് മുഴുവൻ വർഗീയ വിഷം ചീറ്റുന്നവർക്ക് സംരക്ഷണം നൽകിക്കൊണ്ടാണ്. വിദ്വേഷ പ്രസംഗം നടത്തിയ KR ഇന്ദിരക്കെതിരായ ഒരു കേസ് അവസാനിപ്പിച്ച വാർത്ത പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഈ വിമർശനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അതിനേക്കാളും വലിയ വർഗീയ വിഷം ചീറ്റിയ വെള്ളാപ്പള്ളി നടേശനെയൊക്കെ മടിയിലിരുത്തിയ പിണറായി വിജയനെ ചിലത് ഓർമ്മിപ്പിക്കാൻ കൂടി വേണ്ടിയാണ് എ.പി. വിഭാഗം തുറന്നടിച്ചത്. ആ വിഷയത്തിൽ കനത്ത തിരിച്ചടിയാണ് ഇനി നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതായത്, സ്വരാജ് എന്ന സ്ഥാനാർത്ഥി നന്നായി വായിക്കും, നന്നായി എഴുതും, നന്നായി പ്രസംഗിക്കും. ഫാസിസത്തിനെതിരെ നിലപാടുമുണ്ട് അദ്ദേഹത്തിന്. സയനിസത്തിനും സാമ്രാജ്യത്തിനുമെതിരെ സംസാരിച്ചിട്ടുമുണ്ട്. പൂക്കളെ കുറിച്ച് പുസ്തകവുമുണ്ട് അദ്ദേഹത്തിന്. രാഷ്ട്രീയ വ്യക്തതയുടെ ഭാഗമായി ജാതിവാൽ മുറിച്ചു കളഞ്ഞിട്ടുമുണ്ട് സ്വരാജ്. ഇടയ്ക്കിടെ നിലപാട് മാറ്റിപ്പറയില്ല എന്ന ഗുണവും ആ നേതാവിനുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ പാർട്ടി നയിക്കുന്ന ഭരണകൂടം തെറ്റായ ദിശയിലാണ് ഇപ്പോൾ പോയിക്കഴിഞ്ഞിരിക്കുന്നത്. മൂന്നാം പിണറായി സർക്കാർ ലക്ഷ്യമിട്ടുകൊണ്ടാണ് CPM നിലമ്പൂരിൽ സ്വരാജിനെ കളത്തിലിറക്കിയത്. ഒരിക്കൽ കൂടി LDF-ന് തുടർഭരണം കിട്ടിയാൽ അത് കേരളത്തിന്റെ മതേതരത്വത്തിന് ആഴത്തിൽ മുറിവേൽപ്പിക്കും എന്നാണ് വളരെ വ്യക്തമായി കാന്തപുരം വിഭാഗം നേതാവ് പറഞ്ഞിരിക്കുന്നത്. ഇതിനപ്പുറം വ്യക്തത വരുത്താനില്ല. കഴിഞ്ഞ 9 വർഷം കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് ഭരിച്ചത് ആരാണ് എന്നതിനെ മാത്രം ആശ്രയിച്ചല്ല ഇത് പറയുന്നത്. BJP രാഷ്ട്രീയപരമായി വലിയ വളർച്ച കൈവരിച്ച 9 വർഷങ്ങളാണ് കടന്നുപോയത്. അതിനർത്ഥം BJPക്ക് വളരാനുള്ള വെള്ളവും വളവും നൽകിയത് പിണറായി ഭരണമാണ് എന്ന് എ.പി. വിഭാഗം ഉറപ്പിച്ചു പറയുകയാണ്. സംശയമുള്ളവർക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ വോട്ട് വിഹിതം പരിശോധിക്കാവുന്നതാണ് എന്നാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എത്ര കടുപ്പമുള്ള വർഗീയ പ്രസ്താവനയും കേരളത്തിൽ ചെലവാകുമെന്ന് വിദ്വേഷ പ്രചാരകർക്ക് ആത്മവിശ്വാസം കൈവന്ന കാലം കൂടി കടന്നു പോകുന്നു. അത്തരക്കാർക്ക് ഒരു കൂസലും കൂടാതെ പിന്നെയും ഈ വർഗീയത പറയാൻ അവസരം നൽകിയ ഭരണകൂടമാണ് ഇപ്പോൾ സംസ്ഥാനം കൈയാളുന്ന പിണറായിയുടെ ഭരണകൂടമെന്ന് എ.പി. കാന്തപുരം ചരിത്രത്തിൽ കാണാത്ത രീതിയിൽ തുറന്നടിച്ചിരിക്കുന്നു. ആ ഭരണത്തിന് തുടർച്ച ഉണ്ടാകുന്നത് CPM എന്ന പാർട്ടിയുടെ അസ്തിത്വം തന്നെ തകർക്കും എന്നാണ് തങ്ങളുടെ ബോധ്യമെന്നാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത്. CPM മറ്റൊരു RSS ആയി മാറുമെന്ന് കരുതുന്നില്ല എങ്കിലും അവരുടെ ഭരണകൂടം RSSന്റെ ആഗ്രഹം നിവർത്തിച്ചു കൊടുക്കും. അത് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. പോലീസിലെ സംഘീവൽക്കരണം അതിന്റെ മൂർധന്യതയിലാണെന്ന് സ്വന്തം മുന്നണിയിൽപ്പെട്ടവർക്ക് പോലും അഭിപ്രായം വന്നു കഴിഞ്ഞു. PV അൻവർ ഇടതുപക്ഷം വിടാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ ഒന്നും അതായിരുന്നു. കോൺഗ്രസും UDF-ഉം PV അൻവറിനോട് കാണിക്കുന്ന ചില നയത്തെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. പറഞ്ഞുപോയ വാക്കുകളിൽ പശ്ചാത്തപിച്ചോ ഹിന്ദുത്വ വർഗീയതയിൽ മനം മടുത്തോ BJP വിട്ട ആളല്ല സന്ദീപ് വാര്യർ. അതിനു പകരം പാലക്കാട്ടെ BJP വേദിയിൽ ഇരിപ്പിടം കിട്ടാത്തതിൽ ക്ഷോഭിച്ചും അപമാനിതനായി എന്ന വികാരത്തിൽ നിന്നുമാണ് അദ്ദേഹത്തിന്റെ പാർട്ടി മാറ്റം സംഭവിക്കുന്നത്. സന്ദീപ് വാര്യരെ സ്വീകരിക്കാൻ ഒരു മടിയും കാണിക്കാത്ത അയാൾ
പൂർവ്വകാല ഹിംസാത്മക പ്രസ്താവനകൾ പരസ്യമായി തിരുത്തണം എന്നാവശ്യപ്പെടാതിരുന്ന കോൺഗ്രസിനെ കുറിച്ചും AP കാന്തപുരം പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും അൻവറിനെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ് AP കാന്തപുരം മുസ്ലിയാരുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ആ സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അൻവറിനെ മുന്നണിയിൽ എടുക്കാത്തതിനെ കുറിച്ചും അവർ വളരെ വ്യക്തമായി പറയുന്നു. മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞ കൊടിയ വിദ്വേഷ പ്രസ്താവനകൾ തിരുത്തണമെന്ന് സന്ദീപ് വാര്യരോട് ആവശ്യപ്പെടണമെന്ന് തോന്നാതിരിക്കുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ അൻവർ പറഞ്ഞത് തിരുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നതിലെ യുക്തിയെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസിനെതിരെ കുറച്ചും CPM-നെതിരെ അതിഭീകരമായും തുറന്നടിക്കുകയാണ് AP വിഭാഗം. അതോടൊപ്പം തന്നെ മറുനാടൻ ഷാജനെ കുറിച്ചുള്ള വളരെ വ്യക്തമായ ചില സൂചനകളും അവർ നൽകുന്നു. അൻവർ ഇടതുപക്ഷവുമായി അകന്നു തുടങ്ങിയത് ഷാജൻ സ്കറിയയിൽ തട്ടിയാണ്. മറുനാടൻ ചാനലിലൂടെ കടുത്ത വർഗീയതയും മുസ്ലിം വിരോധവും ഛർദ്ദിച്ച് RSSന് വേണ്ടി ഷാജൻ പണിയെടുക്കുന്ന കാലത്താണ് അയാളെ പൂട്ടാൻ PV അൻവർ രംഗത്ത് വരുന്നത്. പക്ഷേ ആഭ്യന്തര വകുപ്പ് അൻവറിനൊപ്പം നിന്നില്ല. പോലീസ് ഷാജനെ അറസ്റ്റ് ചെയ്തുമില്ല. ഷാജൻ എവിടെയാണുള്ളത് എന്ന് അറിയിച്ചു കൊടുത്തിട്ടും പോലീസ് അനങ്ങിയിട്ടില്ല. ഇതൊക്കെ ചെയ്യുന്നത്, ഈ സഹായമൊക്കെ ചെയ്തു കൊടുത്തത് പിണറായി വിജയന്റെ പോലീസാണെന്ന് അവർ പറയുന്നു. ഒരു ഇടതുപക്ഷ MLA കൊടിയ വർഗീയ പ്രചരിപ്പിക്കുന്ന ഒരാൾക്കെതിരെ പടക്കിറങ്ങിയിട്ട് പിന്തുണക്കാൻ അദ്ദേഹത്തിന്റെ തന്നെ സർക്കാർ സന്നദ്ധമായില്ല എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ പിണറായിയുടെ തെറ്റ് എന്നും AP വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. ഷാജനെ എങ്ങനെ രക്ഷിക്കാൻ കഴിയുമെന്ന ഗവേഷണത്തിലായിരുന്നു കേരള പോലീസ് എന്ന് തുറന്നടിക്കുകയാണവർ. അൻവർ ഉന്നയിച്ച വിഷയം ഏറ്റെടുക്കുന്നില്ലെങ്കിൽ UDF ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഷാജൻ സ്കറിയക്കെതിരെ നിലപാട് സ്വീകരിക്കുകയായിരുന്നു. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുതൽ ആര്യാടൻ ഷൗക്കത്ത് വരെയുള്ളവർ ഷാജനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും ആ നിലപാടിൽ മാറ്റം വന്നിട്ടില്ല. അൻവറിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് വാതിലടച്ചതുപോലും ഷാജൻ സ്കറിയയ്ക്ക് വേണ്ടി എന്നാരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുകൂടി AP വിഭാഗം പറയുകയാണ്. ഏതായാലും മറുനാടൻ ഷാജനെ തട്ടിയും ചില അഭിപ്രായങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ AP വിഭാഗം നിലമ്പൂരിൽ വ്യക്തമായ ഒരു തീരുമാനം എടുത്തു എന്ന് തന്നെ പറയാം. അതായത് AP വിഭാഗം പിന്തുണക്കുന്നത് കൂടുതലും PV അൻവറെ എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും വ്യക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന കേരളത്തിൽ ആ പിണറായി വിജയന്റെ RSS വൽക്കരണത്തിനെതിരെയുള്ള ഒരു തിരിച്ചടി നൽകാൻ വേണ്ടി ഇടതുപക്ഷത്തെ തോൽപ്പിക്കുന്ന സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരുപക്ഷെ ആര്യാടൻ ഷൗക്കത്തിനും വോട്ടുകൾ മറിഞ്ഞേക്കാം എന്നും സൂചനയുണ്ട്. ഏതായാലും ഇടതുപക്ഷത്തിന് നിലമ്പൂരിൽ AP വിഭാഗത്തിന്റെ വോട്ട് ലഭിക്കില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇനിയുള്ള അവരുടെ വോട്ടുകൾ പിടിക്കുന്നത് PV അൻവറും അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തുമാകും എന്നുള്ളതിന്റെ സൂചനകളാണിപ്പോൾ പുറത്തു വരുന്നത്.